1.5 വർഷമായിട്ട് ഞാൻ ചികിത്സയിലാണ്. ഇവിടെയായിരുന്നു. അപ്പം സ്കാൻ ചെയ്തപ്പോൾ ലിവർ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് കഴിഞ്ഞ നവംബർ 1-ാം തീയതി ലിവർ മാറ്റി വെച്ചു. എൻ്റെ വൈഫിൻ്റെ ലിവറാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതിൽ വന്നപ്പോൾ സാമ്പത്തികത്തിൻ്റെ ശകലം ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു. പിന്നെ അച്ഛൻ നല്ല ഇതായിരുന്നു. അച്ഛനൊക്കെ വന്നു, സാമ്പത്തികം നോക്കണ്ട, ഇപ്പം നിങ്ങളിത് ചെയ്യൂ, നല്ല കാര്യങ്ങൾ എന്നും വന്ന് അന്വേഷിക്കും. എനിക്ക് വേണ്ടി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ ഒരു പ്രമോദ്, ഞാൻ അയർക്കുന്നതാണ്. എനിക്ക് ലിവർ കംപ്ലൈൻറ്റ് ഇച്ചിരി വിഷയമായിരുന്നു. 1.5 വർഷമായിട്ട് ഞാൻ ചികിത്സയിലാണ്. ഇവിടെയായിരുന്നു. അപ്പം സ്കാൻ ചെയ്തപ്പോൾ ലിവർ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഭാര്യ സിജി, ഇതെൻ്റെ മോൻ പ്രേംജി, എൻ്റെ വൈഫിൻ്റെ ലിവറാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ നവംബർ 1-ാം തീയതി ലിവർ മാറ്റി വെച്ചു. എല്ലാം നേരെ ദൈവം എല്ലാം കാത്തുരക്ഷിച്ചു. ആശുപത്രിക്കും നമ്മുടെ ഡോക്ടേഴ്സിനും ഇവിടുത്തെ നേഴ്സുമാർക്കും എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അവരെല്ലാം നല്ല ഹിയറിംഗ് ആയിരുന്നു, നല്ല ഇടപെടലായിരുന്നു. പിന്നെ അച്ഛൻ നല്ല ഇതായിരുന്നു. അച്ഛനൊക്കെ വന്നു, സാമ്പത്തികം നോക്കണ്ട, ഇപ്പം നിങ്ങളിത് ചെയ്യൂ, ചെയ്തു കഴിഞ്ഞ് നമുക്ക് ഇതിനെപ്പറ്റിയെല്ലാം പറയാം. എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ അടുത്തത് വീടെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ആശുപത്രി ഉള്ള ജീവനക്കാർക്കും നേഴ്സുമാർക്കും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും അംഗങ്ങൾക്കും എല്ലാവർക്കും നല്ല വരട്ടെ. ഡോക്ടേഴ്സിന് അതിനും നമ്മുടെ ജീവൻ കാത്തുരക്ഷിച്ച ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഇതായിരുന്നു എനിക്ക് ചെയ്തു തന്നെ. അതെല്ലാവർക്കും അതെ. ഇവിടെ വരുന്നവർക്ക് ജിനോസ എന്ന് പറഞ്ഞ ആളാണ് ആദ്യത്തെ എൻ്റെ ഡോക്ടർ. അത് ദീപക് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. ദീപക്കിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും, എല്ലാ ഡോക്ടർമാരും, ഷുഗറുടെ ഡോക്ടർ, ഇതിൻ്റെ എല്ലാ എക്കോടെ മറ്റേ കൂൾ മേഡം, അവരൊക്കെ നല്ല ഇടപെടലും നല്ല കാര്യങ്ങളും എന്നും വന്ന് അന്വേഷിക്കും. എനിക്ക് വേണ്ടി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത് വന്ന് അത് അന്നേരം ഒരു കൊണ്ടുപോയി എല്ലാം മാറ്റി. പിന്നെ കഴിവതും നേരത്തെ തന്നെ എൻ്റെ വീട്ടോട് മാറാനായിട്ടുള്ള ഇതെല്ലാം വെച്ചു. അപ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒന്നും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ